ഗൈസ്, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് എനിക്ക് ഓഫാണ്. സോ നമ്മള് എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ചു. നൗഷികക്ക് ഡ്യൂട്ടി ഉണ്ട്. സോ ഇന്ന് ഞങ്ങള് ബാഡ്മിന്റൺ ഒക്കെ ബുക്ക് ചെയ്താണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാണ്. കൂടെ അങ്കു ഉണ്ട്. അങ്കു ഹായ് പറയൂ. സോ ഞങ്ങള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാണ്. ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, നോർമൽ വീക്കെൻഡ് വ്ലോഗാണ്. സോ വെൽക്കം ടു എയിംടേൽസ്. ലീവ് ആയതുകൊണ്ട് തന്നെ ഉച്ചയായി എണീക്കാൻ. എണീച്ച പാടെ തന്നെ പെട്ടെന്ന് റെഡിയായി പോവാൻ വേണ്ടി സെറ്റായി. പ്രജാപതിയിലെ പഴയ പാട്ടൊക്കെയാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഇന്ന് ഫുൾ ഓൾഡ് സോങ് വൈബാന്നാണ് അങ്കു പറഞ്ഞത്. സെറ്റല്ലേ? സോ നമ്മളിപ്പോൾ നേരെ അഞ്ജുവിൻ്റെ അസറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടേക്ക് നിഷാനും ഫെബയൊക്കെ വന്ന് എല്ലാവരും കൂടിയും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബാഡ്മിൻ്റണിന് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഉച്ചയായി സമയം. സോങ്സ് ആണ് നമ്മള് വരുന്ന ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഫുൾ വൈബാക്കണം. സോ ഗൈസ്, നമ്മൾ അസർ ജമാന്റെ വീട്ടിലെത്തി. സോ ഇവിടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ്. ദിസ് ഇസ് ചിക്കൻ കൊണ്ടാട്ടം. എന്താണ് അത് കാണിക്കണ്ടേ? പറഞ്ഞാ മതിയോ? അങ്ങനെ അസർ സ്പെഷ്യൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റാണ്. സോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫെബയും നിഷാനും സനയും മുനവരൊക്കെ വന്നു. പിന്നെ എല്ലാവരും കൂടി ഫുള്ള് കഥ പറച്ചിലും ഓരോ തള്ളി മറിക്കലും എല്ലാം ആയിരുന്നു. മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. പിന്നെ ഇന്നത്തെ വിസിറ്റിന്റെ വേറൊരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അഞ്ജു ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതാണ്. സോ അഞ്ജു കൊണ്ടുവന്ന ചട്ടിപ്പത്തിരിയും ചിക്കൻ കട്ട്ലറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തിന്ന് ഇരിക്കുക എന്നുള്ളതും വേറൊരു മെയിൻ ഉദ്ദേശം തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ടേബിളിൽ ഫുഡ് റെഡിയായി. നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടം. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡും കഴിച്ച് കത്തി അടിച്ച്. ഇതാണ് യൂഷ്വൽ നമ്മുടെ ഒരു വീക്കെൻഡ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. എല്ലാവരും വീക്കെൻഡിൽ ഇങ്ങനെ ഒന്ന് കൂടി എവിടുന്നേലും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചൊറ പറഞ്ഞിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ബാഡ്മിൻ്റൺ കോർട്ടിലാണ് പോകുന്നത്. ബാഡ്മിൻ്റൺ കോർട്ടിൽ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടിലെത്തി. ഇത് സ്വാൻലിയാണ് സ്ഥലം. അവിടെ വൈറ്റ് ഓക്സ് ലെഷർ സെൻറ്ററിലാണ് നമ്മൾ യൂഷ്വലി ബാഡ്മിൻ്റൺ പോവാറ്. വേറെ സ്ഥലത്തും പോവാറുണ്ട്. ഇന്ന് ഇവിടെയാണ്. അവിടെ ബാഡ്മിൻ്റൺ കോർട്ട് അല്ലാതെ തന്നെ പല ഗെയിംസ് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ടാഗ് അറീനയും കിഡ്സ് പ്ലേ സോണൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി അവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. നമ്മൾ പോയപ്പോൾ നമ്മുടെ കോർട്ട് ഓൾറെഡി ഓക്കുപ്പൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഗെയിമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നൗഷിക വന്നത്. നൗഷിക ലേറ്റായിട്ടാണ് വന്നത്. നേരെ കോർട്ടിലോട്ട് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ്. നൗഷിക വന്നപ്പോഴത്തേനും അവിടെ നമ്മുടെ കോർട്ടിൻ്റെ സ്ലോട്ട് ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും പാക്കപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പാർക്കിംഗ് സ്ലോട്ടിലോട്ട് പോയി.
അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് അതൊന്നും നടക്കൂല, കുടിക്കാൻ നടക്കുള്ളൂ. പിന്നെ ഫുള്ള് നമ്മുടെ യൂഷ്വൽ സ്റ്റഫായിരുന്നു. അങ്ങോട്ട് കളിയാക്കുക, ഇങ്ങോട്ട് കളിയാക്കുക, കുറേ കഥകൾ പറയാം, അങ്ങനെ യൂഷ്വൽ സ്റ്റഫൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് നേരെ പിന്നെയും അസറിൻ്റെ അഞ്ജുവിൻ്റെ വീട്ടിലോട്ട് വന്ന് പിന്നെ ബാക്കി എല്ലാ കലാപരിപാടികളും അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന പാടത്തന്നെ നമ്മൾ ചായ കുടിച്ചു. ചായയും ബാക്കിയുള്ള പലഹാരങ്ങളും ഫുഡൊക്കെ ആയിട്ട് അവിടുന്ന് കഴിച്ചു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ഇൻ അവർ റൂട്ടീനാണ്. ഞങ്ങളെപ്പോഴും കൂടുമ്പോൾ ഏതെങ്കിലും കാർഡ് ഗെയിംസൊക്കെ കളിക്കും. യൂഷ്വലി മോണോപ്പൊളിയോ സീക്വൻസോ എന്തെങ്കിലും ആയിരിക്കും. ആക്ച്വലി ഇവരെ പരിചയപ്പെട്ടതിന് ശേഷം കൂടുതൽ കമ്പനി ആവാനൊക്കെ സഹായിച്ചത് ഈ കാർഡ് ഗെയിമാണ്. അതല്ല ഇവിടുത്തെ സീക്വൻസ് ബ്ലൂ ആണ്. സോ ഗൈസ് 2 മണിയായി. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഫുള്ള് ഗെയിമൊക്കെ കളിച്ച് ആകെ ടയർഡായി ഉറക്കം വന്നിട്ട് കാണാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ ഗൈസ് ബൈ. അതുവരെ ബൈ.